ശിവകാർത്തികേയന്റെ രീതിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു പക്കാ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ചിത്രമാണ് സിയോൺ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന മെയ് 18 മധുരയിൽ വെച്ച് ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു 20-25 ഡേയ്സിന്റെ ഷൂട്ടാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യനായകനെ നാളെ തിയേറ്ററിലേക്ക് റിലീസിന് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ പക്കാ മാസ് എന്റർടൈനർ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. വലിയ ഗ്രാൻഡ് ആയിട്ട് റിലീസ് നടത്താൻ പോകുന്ന ചിത്രത്തിന് കിട്ടേണ്ട വലിയൊരു പ്രീസെയിൽ ഒന്നും ഈ ഒരു ചിത്രത്തിന് കിട്ടിയില്ലായിരുന്നു. ഏകദേശം 5 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ചിത്രത്തിന് ടോട്ടൽ പ്രീസെയിൽ കളക്ഷനായി കിട്ടിയിട്ടുള്ളത്. അതിനെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളൂ കൽക്കി 2ന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്നാണ്. കൽക്കി 2 ഒരു ക്യാമിയോ റോളിലായിട്ട് നാനി എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്ത കമന്റ് വഴി ചോദിച്ചുള്ളൂ ഷറഫുദ്ദീന്റെ മധുവിധു എന്ന ചിത്രത്തിന്റെ OTT റിലീസ് എന്നാണെന്നാണ്. ചിത്രം വരുന്ന മെയ് 22 സോണി ലൈവ് വഴി OTT റിലീസിന് എത്തിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത ചോദിച്ചുള്ളത് കങ്കൂവ 2നെ പറ്റിയാണ്. കങ്കൂവ 2 ഒന്നും ഇനി നടക്കാനുള്ള ചാൻസ് കാണുന്നില്ല. കാരണം കങ്കൂവ വലിയൊരു പരാജയമായിരുന്നു. കങ്കൂവയുടെ ആ വലിയൊരു പരാജയം സൂര്യയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ വലിയ വലിയ സിനിമകൾ പോലും മാറ്റിവെക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി കങ്കൂവ 2 ഒന്നും സംഭവിക്കാനുള്ള ചാൻസസേ കാണുന്നില്ല. അടുത്തായി ചോദിച്ചുള്ളത് ബൾട്ടി ചിത്രത്തിന്റെ OTT റിലീസിനെ പറ്റിയാണ്. ബൾട്ടി ചിത്രത്തിന്റെ OTT റിലീസ് വൈകാനുള്ള കാരണം പറയാം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ കിടിലം ഒരു പ്രൈസ് ഈ ഒരു ചിത്രത്തിന്റെ OTT ഡീലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസർ കുറച്ചുകൂടെ കൂടുതൽ പൈസയാണ് ചോദിച്ചത്. കാരണം ഈ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അതിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്ന രീതിയിലായിരുന്നു പുള്ളി ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പടം ഇറങ്ങി വലിയൊരു രീതിയിലുള്ള വിജയമോ പരിപാടികളോ ഒന്നും കിട്ടിയില്ലായിരുന്നു. അതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിന് നേരത്തെ തരാമെന്ന് പറഞ്ഞ OTT ഡീല് പോലും കിട്ടിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ലൊരു പ്രൈസ് ഓഫ് OTT ഡീലിനാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ടീമായാലും ഇപ്പോൾ കാത്തിരിക്കുന്നത്. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് ടൊവിനോയുടെ നെക്സ്റ്റ് മൂവി ഏതാണെന്നാണ്. ഇപ്പോൾ കറൻലി അനൗൺസ് ചെയ്തിട്ടുള്ളത് ഗ്രാസിയൽ എൽ ക്ലാസിക്കോ എന്ന ചിത്രമാണ്. ഇതൊരു പക്ക ഒരു സ്പോർട്സ് എന്റർടൈനർ ചിത്രമാണ്. കൂടാതെ തന്നെ അല്ലു അർജുൻ നെക്സ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻലി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന രാഗ എന്ന ചിത്രമാണ്. അതിനുശേഷം ചെയ്യാനിരിക്കുന്ന ലോകേഷ് ചിത്രത്തിലാണ്. ഇപ്പോൾ ലോകേഷിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ സ്ക്രിപ്റ്റ് വർക്കുകളാണ് നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ എനിക്ക് ഈ ഒരു വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലൊക്കെ തന്നെ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് ജവാൻ 2 സംഭവിക്കുമെന്നാണ്. ഇപ്പോൾ കിങ് എന്ന ചിത്രത്തിന് ശേഷം ഷാരൂഖ് ഖാൻ അടുത്ത് അഭിനയിക്കാൻ പോകുന്നത് ജവാൻ 2 ആണെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഫൗസി ചിത്രത്തിൻ്റെ റിലീസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെയായിട്ട് ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് പാട്രിയോട്ട് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. പാട്രിയോട്ട് ചിത്രം നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരു ക്ലീൻ 30 കോടി കളക്ട് ചെയ്തൊന്നും തോന്നുന്നില്ല. ചിത്രം വേലുമായിട്ട് 70-75 കോടി റേഞ്ചിലൊക്കെ കളക്ഷൻ നേടി ഭയങ്കര രീതിയിലുള്ളൊരു പരാജയമായി മാറിയിരിക്കുകയാണ്. കാരണം ചിത്രത്തിന് വലിയൊരു ബഡ്ജറ്റ് ആവശ്യമായി വന്നുകൊണ്ടൊക്കെ തന്നെയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് ടിക്കി ടാക്ക എന്ന ചിത്രത്തിൻ്റെയാണ്. ചിത്രത്തിൻ്റെ എൻ്റയർ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ജൂലൈ റിലീസാണ് ഇപ്പോൾ നിലവിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോമോനും സൈജു കുറുപ്പ് സഫ് ബോയ് ഒക്കെ തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി എന്റർടൈനറാണ് പ്രേം പാറ്റ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം. ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ ലാലേട്ടനും എത്തുന്നുണ്ട്. ചിത്രം വരുന്ന ഓഗസ്റ്റ് 7 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മന്നാടി എന്നൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 13 ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഏകദേശം ഒരു ഫെസ്റ്റിവൽ വീക്കെൻഡ് റിലീസാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായി നമ്മുടെ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ജയിലർ 2. ഈ ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. നല്ല രീതിയിലുള്ള ടൈം എടുത്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാകും. നമ്മുടെ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂട്ടി നോക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ചിത്രം ഇതിനായിട്ടും വേലുമായിട്ട് 7 കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഉടനെ തന്നെ 10 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് കളക്ഷനായി പ്രീസെയിൽ സ്വന്തമാക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ദളപതി വിജയ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ഒരുപാട് പ്രശ്നങ്ങളും സിനിമ പരാജയപ്പെടും അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇനി ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗതികളല്ല ഇപ്പോൾ ഒറ്റയടിക്ക് മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിന് കാരണം വിജയ് CM ആയതോടുകൂടി തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന് ഏകദേശം 120 കോടി രൂപയോളം വരുന്ന OTT ഡീല് ആമസോൺ പ്രൈം വീഡിയോസ് പിൻവലിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് C5 ഒക്കെ ഏകദേശം 50 കോടി രൂപ മുടക്കി ഒരു ജനനായകൻ ചിത്രം എടുക്കാനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഹൈപ്പ് ഏറ്റവും വലിയൊരു പീക്ക് നിൽക്കുന്ന ടൈമാണ്. അതിന് കാരണം വിജയ് CM ആയതോടുകൂടി തന്നെ അതേ ഒരു പ്ലോട്ടിൽ കഥ പറഞ്ഞു പോകുന്ന മറ്റൊരു ചിത്രത്തിന് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല ഹൈപ്പ് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വീണ്ടും KVNുമായിട്ട് ആ ഒരു OTT ഡീലിൻ്റെ ഡിസ്കഷൻ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു നമ്പർ ഓഫ് OTT റിലീസ് വീണ്ടും ഈ ഒരു ജനനായകൻ എന്ന ചിത്രത്തിന് കിട്ടുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ സെൻസർ ഇഷ്യൂയും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം വരുന്ന മെയ് 28 ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ ഒരു ക്ലിയർ അപ്ഡേറ്റ് വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം
കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബേസിൽ ടൊവിനോ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിരടി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ട്രെയിലർ കണ്ടപ്പോൾ എന്നെ റിലീസിന് മുമ്പേ ട്രെയിലർ വേണമെന്ന രീതിയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പലർക്കും പല ഒപ്പീനിയൻ ബേസ് ആയിരിക്കും വരിക. ഈ ഒരു ചിത്രത്തിൻ്റെ ടീം പേരിന് വേണ്ടി ഒരു ട്രെയിലർ ഇറക്കിയ പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് വൈകിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രീമിയറും പരിപാടികളൊക്കെ തന്നെ മിക്ക തിയേറ്റേഴ്സിലും തുടങ്ങും. ഈ ഒരു റിലീസിന് ഒരു ദിവസം മുമ്പൊക്കെ ഇറക്കുന്ന പരിപാടി വേണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ട്രെയിലർ കട്ടൊക്കെ പരിപാടികളൊക്കെ തന്നെ ചെയ്ത് കുറച്ചുകൂടെ മുമ്പേ ഇറക്കിയിരുന്നെങ്കിൽ നല്ലൊരു ഹൈപ്പ് കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ട്രെയിലർ ഇപ്പോൾ പെട്ടെന്ന് എടുത്തെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്ത് റെഡിയാക്കി അത്യാവശ്യം നല്ലൊരു എൻ്റർടൈനർ ആണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു കിടിലൻ ട്രെയിലർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വേട്ട തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ ഒരു ചിത്രം ഇതുവരെയായിട്ടും വേൾഡുമായിട്ട് പ്രീസെയിൽ കളക്ഷനെ 2 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ബേസിലിൻ്റെയും ടൊവിനോയുടെ ഒക്കെ തന്നെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഈ ഒരു ചിത്രത്തിൻ്റെ നേടിയെടുക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുക.